എല്ലാവരെയും യു പ്ലാന്റ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പെപ്പറോമിയ എന്ന ചെടിയെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇൻഡോർ പ്ലാന്റായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു ചെടിയാണ് പെപ്പറോമിയ. പെപ്പറോമിയയുടെ ജന്മദേശം ദക്ഷിണ അമേരിക്കയാണ്. പെപ്പറോമിയ എന്ന ശാസ്ത്രനാമത്തിൽ തന്നെയാണ് ഇത് അറിയപ്പെടുന്നതും. പൈപ്പറേസി എന്ന കുടുംബത്തിൽപ്പെടുന്ന ഒരു ഇനമാണ് ഇത്. മാംസളമായ തണ്ടുകളും ഇലകളുമാണ് പൈപ്പറോമിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ചെടി നമ്മുടെ മഷിത്തണ്ട് ചെടിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. 100-ലധികം സ്പീഷീസുകൾ ഈ ഇലച്ചെടി വർഗത്തിലുണ്ട്. നിരവധി ഡിസൈനുകളിലാണ് ഇതിൻ്റെ ഇലകൾ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു മികച്ച ഇൻഡോർ പ്ലാന്റായി അറിയപ്പെടാൻ തന്നെ കാരണം. 12 ഇഞ്ചിൽ താഴെ മാത്രമേ ഇതിൻ്റെ ഉയരം കാണപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മികച്ച ഇൻഡോർ പ്ലാന്റായും ഹാങ്ങിങ് പ്ലാന്റായും ഒക്കെ ഈ ചെടി ഉപയോഗിച്ചു വരുന്നത്. അതുകൂടാതെ ഇതിൻ്റെ വേര് അധികം പടരാത്ത വേരുകളാണ്. പരിചരണ രീതിയെക്കുറിച്ച് പറയാം. തണൽ ആവശ്യമുള്ള ചെടി ആയതിനാൽ തന്നെ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്നത് ഈ ചെടികളുടെ ഇലകൾക്ക് ദോഷം സംഭവിക്കാൻ സാധ്യതയുണ്ട്. മിതമായ നന മാത്രം മതിയാകും. അടിഭാഗത്ത് ജലം വറ്റുകയാണെങ്കിൽ മാത്രം നനയ്ക്കുക. മിതമായ ജലം മാത്രം മതിയാകും. ഉപയോഗിക്കുന്ന മണ്ണ് എന്ന് പറയുന്നത് മണലും മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്ത തുല്യ അനുപാതത്തിൽ മിക്സ് ചെയ്ത മണ്ണാണ് ഏറ്റവും ഇതിന് അനുയോജ്യം. ഇതിൻ്റെ ഏറ്റവും അനുയോജ്യ താപനില എന്ന് പറയുന്നത് 18 ഡിഗ്രി മുതൽ 24 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഈ ചെടിയുടെ വളപ്രയോഗം എന്ന് പറയുന്നത് മിതമായ രീതിയിലുള്ള വളപ്രയോഗം മാത്രം മതിയാകും. രാസവളങ്ങൾ വെള്ളത്തിൽ കലക്കി നൽകുന്നതാണ് ഏറ്റവും അനുയോജ്യം. അധികമാകാൻ പാടില്ല. നശിച്ചു പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇതിൻ്റെ ഇലകൾക്ക് റബ്ബർ പ്ലാന്റ് പോലെ കട്ടി കൂടുതലായതിനാൽ ഇതിനെ ബേബി റബ്ബർ പ്ലാന്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. അതുകൂടാതെ റേഡിയേറ്റർ പ്ലാന്റ് എന്നും ഈ ഒരു ചെടി അറിയപ്പെട്ടു വരുന്നുണ്ട്. നടീൽ മിശ്രിതം തയ്യാറാക്കേണ്ടത് 2 ഭാഗം മണ്ണും 1 ഭാഗം ജൈവവളവും 1 ഭാഗം മണലും കലർത്തി തയ്യാറാക്കുന്നതാണ് ചെടി വളരാനുള്ള ഏറ്റവും നല്ല മാർഗം. അതിൻ്റെ കൂടെ എല്ലുപൊടി ചേർക്കുന്നത് വളരെ നല്ലതാണ്. ഇങ്ങനെ തയ്യാറാക്കുന്ന പോട്ടിംഗ് മിശ്രിതത്തിലാണ് പുതിയ പെപ്പറോമിയ തൈകൾ അല്ലെങ്കിൽ അതിൻ്റെ തണ്ടുകളോ നടുന്നത്. നനവും തണലുമുള്ള അന്തരീക്ഷത്തിലാണ് പെപ്പറോമിയ തൈകൾ വളരാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതുകൂടാതെ രാസവളങ്ങൾ വെള്ളത്തിൽ നന്നായി ലയിപ്പിച്ച് ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇന്നത്തെ പ്രോ ടിപ്പ് എന്ന് പറയുന്നത് പെപ്പറോമിയ ചെടി വളരുന്നതിനനുസരിച്ച് തണ്ടിൻ്റെ അഗ്രഭാഗം നുള്ളിയാൽ ചെടി പടർന്ന് വരുന്നതാണ്. ഈ ചെടി ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരളത്തിൽ മാത്രമേ ഡെലിവറി ഉള്ളൂ. ചെടി വളർത്തുന്നതിനെക്കുറിച്ചുള്ള ട്രിക്കുകൾക്കും ടിപ്സുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.